അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വചനഭാഗത്ത് പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതിന്റെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാരും യേശു ഒന്നിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, നിനക്ക് പെസഹ ഒരുക്കേണ്ടതിന് എവിടെ ഒരുക്കണം? യേശു കർത്താവ് പ്രവചനാത്മാവിൽ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലണം, അവിടെ ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നു കൊണ്ടുവരൂ, അവരെ പിന്തുടരണം. അവർ കടന്നു ചെല്ലുന്ന വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണം. എന്നിട്ട് അവരോട് പറയണം, എൻ്റെ ഗുരുവിന് പെസഹ ഒരുക്കേണ്ടത് എവിടെയാ? ഒരു വലിയൊരു മാളിക മുറി അവർക്ക് കാണിച്ചു കൊടുക്കും, അവിടെ നിങ്ങൾ ഒരുക്കണം. യേശു ശിഷ്യന്മാരുമായി പെസഹ ഒരുക്കി. ആ പെസഹയിൽ ഇരിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. എല്ലാം യേശുവിനറിയാം. 12 ശിഷ്യന്മാരെ യേശു തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്തവൻ പത്രോസിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും, സബദിപുത്രന്മാരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, എല്ലാം അറിയാവുന്ന യേശു കർത്താവ്. കാരണം ഗണത്തിൽ പണസഞ്ചി ചുമന്ന യൂദാസിന്റെ സ്വഭാവം, ആ പണസഞ്ചിക്കകത്ത് എടുത്തിരിക്കുന്ന കാര്യം എല്ലാം യേശുവിന് അറിയാമായിരുന്നു. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും, നിങ്ങളിൽ ഒരുവന്റെ ഉള്ളിൽ പിശാചുണ്ട്. കർത്താവിനറിയാം ആരാണ് എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ. എൻ്റെ കൂടെ 3.5 വർഷക്കാലം നടന്ന് എന്നെ അറിയാവുന്നവനാണ് എന്നെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് യേശുവിനറിയാമായിരുന്നു. ശിഷ്യന്മാരെല്ലാം തമ്മിൽ ചോദിച്ചു. ഓരോരുത്തരും ഞങ്ങളാണോ എന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നോട് കൂടെ പാത്രത്തിൽ മുക്കുന്നവൻ. മുക്കി അവന്റെ അകത്ത് പിശാച് കയറി അവൻ യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനിട വന്നു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എല്ലാം അറിയുന്ന ഒരു കർത്താവിന്റെ കൂടെയാ ശിഷ്യന്മാർ നടന്നത്. എല്ലാം കാണുന്ന ഒരു കർത്താവിന്റെ കൂടെ നമുക്ക് ഇന്ന് തിരിച്ചറിയാം, നമ്മളെ അറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. യേശു കർത്താവിന്റെ ജീവിതമല്ല യേശുവിന് അറിയാമായിരുന്നു. യേശു ആ പെസഹ ഭക്ഷിച്ചിട്ട് അതിനുശേഷം അപ്പം എടുത്ത് ഞുറുക്കി യേശു പറയുക, കാൽവരി ക്രൂശിൽ ഞാന് മരിക്കേണ്ട ക്രൂശിത മരണത്തിന്റെ ഓർമ്മയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ അപ്പം എടുത്ത് ഞുറുക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ഭക്ഷിക്കണം എന്നൊക്കെ യേശു പറഞ്ഞു. അതുപോലെ യേശു കർത്താവ് പാനപാത്രം എടുത്തു. അതുപോലെ തന്നെ കർത്താവ് ശിഷ്യന്മാർക്ക് കുടിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ രക്തത്തിന്റെ പുതിയ നിയമത്തിന്റെ ഉടമ്പടിയാകുന്നു. യേശുവിന്റെ കാൽവരി ക്രൂശിലുള്ള മരണവും ആ മരണത്തിലൂടെ ശരീരത്തിലൂടെ ഒഴുകപ്പെട്ട രക്തവും, ആ രക്തം മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപക്കറകളെ തുടച്ചു നീക്കിയതായിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരു പെസഹ ആയിരുന്നു. പെസഹ കുഞ്ഞാട് എന്ന് പറയുന്ന യേശു കർത്താവായിരുന്നു. യേശു കർത്താവ് യാഗത്തിന് വേണ്ടി ഒരുങ്ങിയാണ് കടന്നു ചെന്നത്. ആർക്കു വേണ്ടി? ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്, ഹിന്ദുവെന്നോ മുസൽമാനെന്നോ പുറജാതിയെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ ഏതു ജാതിയോ ക്രിസ്ത്യാനി ആരോ ഒരു വ്യത്യാസമില്ലാതെ കർത്താവ് സകല മനുഷ്യർക്ക് വേണ്ടി കാൽവരി ക്രൂശിലെ ക്രൂശിത മരണത്തിലൂടെ യേശുവിനെ യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ് അവൻ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ആരും രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരും. നമുക്ക് ഏറ്റുപറയാൻ പറ്റിയ ഒരു ദിവസം ഇന്നാണ്. നമ്മൾ ഹൃദയം കൊണ്ടൊന്ന് ഏറ്റുപറഞ്ഞാൽ മതി. ആരും അറിയണ്ട, ആരും കാണുന്നുമില്ല. എന്നാൽ അതരം കൊണ്ട് നമ്മളവനെ ഏറ്റുപറയണം. ഹൃദയത്തിൽ വിശ്വസിച്ച അതരം കൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് കർത്താവിന്റെ രക്ഷ നമ്മുടെ അകത്തേക്ക് വരുന്നത്. കാരണം എൻ്റെ പാപങ്ങൾ ചുമന്നു, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ആ മരണത്തിലൂടെ എന്നെ രക്ഷിച്ചു. ആ രക്ഷകനായ ക്രിസ്തു ഈ ഭൂലോകത്തിലുള്ള സകല മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടി നൽകപ്പെട്ട ഒറ്റ നാമം യേശു എന്ന നാമം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ നാമത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളെയും നമ്മുടെ ഭവനത്തിലുള്ളവരെയും കർത്താവിന്റെ കരങ്ങൾ കൊടുത്ത്, കർത്താവെ രക്ഷയുടെ ദൂത് എല്ലാം മുൻകൂട്ടി അറിയുന്നവന്റെ ആ വെളിപ്പാടിന്റെ രഹസ്യം ഇന്ന് ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന എല്ലാവരുടെ പേരും വെളിപ്പെടുവാൻ ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.